ആരാ? ഷൺമുഖൻ എന്നോടൊന്ന് വരാൻ പറഞ്ഞിരുന്നു. ഷൺമുഖൻ, അകത്തേക്ക് വരാം. താൻ വരുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. സത്യത്തിൽ നന്നായി താൻ എന്നെ മറന്നിട്ടില്ലല്ലോ. പലരെയും മറന്നിട്ടുണ്ട്, പല നിലവിളികളും ഞാൻ കേട്ടിട്ടുമില്ല. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ പഠിക്കാൻ പോണ പിള്ളേരെ മുമ്പും അതിൽ പിന്നീടും കൈവച്ചിട്ടില്ല. അന്നങ്ങനെ അങ്ങ് പറ്റിപ്പോയി. ഒരു മാപ്പ് പറച്ചിലല്ല, എന്നെ കാണണമെന്ന് പറഞ്ഞു കേട്ടപ്പോ എന്തെങ്കിലും സഹായം എന്നോട് ആവശ്യപ്പെടാനാണെങ്കിൽ അത് ഞാൻ ചെയ്യും. എന്നെ കൊണ്ടാണ് എന്ത് സഹായം? ഒരു തരത്തിലതെ. ഷൺമുഖന്റെ സ്റ്റേഷനിലെ പുതിയ ഇൻസ്പെക്ടർ അശോകാണ് എൻ്റെ അനിയൻ. അവന്റെ പ്രായവും അതിന്റെ ആവേശവും കാണും. വല്ല പ്രോബ്ലം ഉണ്ടായാൽ താനൊന്നും സീരിയസ് ആയി എടുക്കരുത്. ഞാൻ കേട്ടു, നേരി കണ്ടിട്ടില്ല. ഞാൻ നോക്കിക്കോളാം. അവന്റെ മുൻകോപത്തിന് പോയി പെടാൻ സാധ്യതയുണ്ട് ചില കുഴപ്പങ്ങളിൽ. എന്റെ കൺമിട്ടത്തുണ്ടെങ്കിൽ ഞാൻ കാത്തോളാം. നല്ല ഗ്ലാമർ. ഈ മുടിഞ്ഞ പണിയില്ലാതെ വേറൊന്നും കിട്ടില്ല ചെറുക്കന്. ആളൊരാളാ, ഒരുമാതിരി ഒരാളാ. കഴിഞ്ഞ ദിവസം പള്ളിമുക്കിന്ന് പിടിച്ച 4-5 പൂവാലന്മാരെ ഇടിച്ച് ഇടി പത വരുത്തി കളഞ്ഞു. അത് പ്രായത്തിന്റെ മാറിക്കോളൂ. ഷൺമുഖനെ ചാർജ് എടുത്ത് അന്നോട്ട് തിരക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മീറ്റ് ചെയ്യാനുള്ള ആഗ്രഹം കാണും. ഷൺമുഖൻ സാർ ഫേമസ് അല്ലേ? നേരിൽ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ സാർ. ട്രെയിനിങ് കോളേജിൽ ഇയാളെ കുറിച്ച് ഒരു ചാപ്റ്റർ പഠിക്കാൻ തന്നെയുണ്ട്. ഒരു പോലീസുകാരൻ എങ്ങനെയാവരുത് എന്നതിന് ഉദാഹരണമായിട്ട് തന്റെ പേര് പറയും. താങ്ക് യു സാർ. ആകെ ഒരു സ്റ്റൈലിലാണല്ലോ. ഇത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സായിരിക്കും. ശകല അമേരിക്കൻ ടച്ചാ. കൊച്ചിലെ മുതൽ ഇംഗ്ലീഷ് ഇവിടെ മുടങ്ങാതെ കാണുമായിരുന്നു. ക്ലിന്റ് ഈസ്റ്റ്വുഡാ നമ്മുടെ ഹീറോ. ജോലി പക്ഷേ അമേരിക്കൻ പോലീസിലല്ലല്ലോ. അല്ല, ഇവിടുത്തെ പോലീസുകാർക്ക് സർക്കാർ നിശ്ചയിച്ചൊരു വേഷമുണ്ട്. മാഹാബോറ. എനിക്ക് ഈ കാക്കി നിറമുണ്ടല്ലോ, അത് കാണുന്നതേ ചെടിപ്പാ. എന്താ കാക്കിയിട്ടത്ത് എനിക്ക് ചൊറിഞ്ഞു പൊങ്ങൂ? ചൊറിയലെന്ന് വിചാരിച്ച് താറും പാച്ചി നടക്കാൻ പോകൂ. നമുക്ക് നമ്മുടെ ഒരു സ്റ്റൈലില്ലേ? അതങ്ങ് തന്റെ അച്ഛയുടെ മുമ്പിൽ മതി ആ സ്റ്റൈലൊക്കെ. മാരീഡ് അല്ല, സിംഗിളാ. നാളെ തൊട്ട് മറ്റുള്ളവർ വരും പോലെ യൂണിഫോമിൽ സമയത്ത് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഞാൻ ഈ സ്റ്റേഷനിൽ ഇരിക്കുന്ന കാലം മുഴുവനും മര്യാദയ്ക്ക് ഡ്യൂട്ടി ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ എനിക്ക്? നമ്മളിത് എത്ര കാലമായി ഈ ഒരു സെറ്റപ്പിൽ. അതിപ്പോ എന്റെ സാറേ മാറ്റാനൊക്കെ പാടാ. അതിന് ഞാൻ ഈ വഴിക്ക് സ്ഥിരമായിട്ട് വരാനൊന്നും പോണില്ല. ഇതിപ്പോ പുതിയ സാറ് വന്നെന്നറിഞ്ഞ് ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി ഇറങ്ങിയതാ. അപ്പൊ ഞാൻ പോട്ടെ സാർ. അവിടെ കിടക്ക്. നീ എപ്പോ പുറത്തു പോകണമെന്ന് ഞാൻ പറയും. ചവിട്ടുമ്പോ ഒന്ന് പറഞ്ഞിട്ട് ചവിട്ടിക്കൂടെ സാറേ? സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ മാരേജ്. ഷൺമുഖൻ. ഒരു കൈതാടമനെ. പോട്ടെ സാർ.
വേടാ ഞാൻ ഇറങ്ങാം. നത്തിങ് മച്ച്. ആ ചേട്ടൻ്റെ അടുത്തുനിന്ന് കയറണം. ചിലപ്പോൾ അവിടെ നിന്ന് ഫുഡ് ഇല്ലടാ, കള്ളില്ല, സീരിയസ് ആയിട്ടില്ല, ചുമ്മാ ഇടാ. ആ നടക്കട്ടെ, ഞാൻ വിളിക്കാം. ഷൺമുഖനാണ് സർ, HC ഷൺമുഖൻ. മനസ്സിലായി. താനെന്താ? ഞാൻ സാറിനെ ഒന്ന് കാണാനായിട്ട് തന്നെ വന്നതാ. രാവിലെ നടന്ന കശപിശയിൽ നമ്മൾ ശരിക്കും അങ്ങോട്ട് പരിചയപ്പെട്ടില്ല. എനിക്ക് ശരിക്കും പരിചയമായി. മനസ്സിലാക്കി തന്നല്ലോ ഇയാളുടെ കൊമ്പത്തെ ഇൻഫ്ലുവൻസ്. ഓ, അതിപ്പോ ഞാനൊരു സഹായിയാ സാറേ. ഡിപ്പാർട്ട്മെന്റിലായാലും രാഷ്ട്രീയക്കാർക്കായാലും ചില സിറ്റുവേഷനിൽ ഷൺമുഖൻ ഉപകാരിയാ. സാറിന്റെ കൂടെ നിൽക്കും. അതിപ്പോ ഇന്ന കാര്യത്തിനൊന്നുമില്ല. സ്വന്തം ചങ്ക് പറിച്ചു തന്നില്ലെങ്കിലും ആരുടെയെങ്കിലും ചങ്കോ കരളോ വേണമെന്ന് പറഞ്ഞാൽ നല്ല വട്ടയിലയിലാക്കി ഷൺമുഖം സപ്ലൈ ചെയ്യും. ഇണക്കത്തി നിൽക്കണം. പക്ഷെ എടോ, താൻ എന്നെ വരട്ടല്ലേ. ഞാനും ഇതേ സിറ്റിയിൽ കുരുത്തു പൊങ്ങിയതാ. മുമ്പ് ആ സ്റ്റേഷനിൽ ഇരുന്നവരെ താൻ ഇങ്ങനെ വിരട്ടിയും താങ്ങിയൊക്കെ ഇവിടെ വിലസിരുന്നെന്ന് എനിക്കറിയാം. നീ ആ റൂട്ടിൽ വരല്ലേ. എന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്ന കണക്കിനും കോലത്തിനും മതി. ബുദ്ധിമുട്ടാ എന്നാ കളഞ്ഞിട്ട് പോടോ. അതിലും നല്ല സാറിന് ഏതെങ്കിലും പൂച്ചത്രിക്കലേക്ക് ട്രാൻസ്ഫർ വാങ്ങി തന്ന് പറഞ്ഞയക്കുന്നതല്ലേ. ഈ സ്റ്റേഷനിൽ ഷൺമുഖന്റെ പെരുമാറ്റച്ചട്ടമുണ്ട്. അനിയൻ അതിനകത്തുനിന്ന് കളിച്ചോണ്ടാ മതി. ഒരു ഫുൾ ബോട്ടിൽ ബ്രാൻഡി, 2 കോഴി ബിരിയാണി, നല്ല നീലച്ചടയൻ കാജാ പിടിയിൽ തെറുത്തതൊന്ന്. അതായിരുന്നു കൂലി. മുമ്പേ പറഞ്ഞ ഇണങ്ങി നിന്ന ചങ്ങാതിമാർക്ക് വേണ്ടി കോളേജ് ക്യാമ്പസിൽ കയറി ഒരുത്തനെ കത്തിക്കാ കൂലിയത്. ഇന്ന് കാലത്ത് ചക്രം വെച്ച വണ്ടിയിൽ ഉരുളുന്നവനെ കണ്ടപ്പോ ഇച്ചിരി മനസ്താപം തോന്നി. അവനാ പറഞ്ഞത് അനിയൻ ചെറുക്കനെ കുറിച്ച്. അവനെ കാത്തോളണമെന്നും പറഞ്ഞു. അങ്ങനെ കാണാൻ വന്നതാ സ്റ്റേഷനിൽ. പുറകിൽ നിന്ന് ചവിട്ടിയാ നീ എന്നെ സ്വീകരിച്ചത്. മുന്നിന്നും പിന്നിന്നും പൊക്കിയ കൈയും കാലും ഒന്നും നിവർത്തി പെരുമാറിയിട്ടില്ല ഒരുത്തൻ. പിന്നെ ഇനിയും തമ്മിൽ കാണും, സ്റ്റേഷനിലും പുറത്തും. ഷൺമുഖനെ പാട്ടിന് വിട്ടേക്ക്. ഒരു പെരക്കകത്ത് ചക്രം വെച്ച് 2 വണ്ടികൾ തിരിയാൻ പാടാ സാറേ. പോട്ടെ. ചെവിടും കേൾക്കില്ല പതൂരിക്ക്. എന്താടി ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ചുവര് ചീത്തേക്ക് നിന്റെ അപ്പന്റെ തറവാട്ടിൽ കൊണ്ടുവരുമോ പെയിന്റ് അടിക്കാനുള്ള കാശ്? ഒറ്റ കീറിയ വെച്ചെന്നല്ല. നിന്നോടാ പറഞ്ഞ കിണങ്ങരുന്നു. എന്റെ പുണ്യാളന്മാരെ ആ മിണ്ടാപ്രാണി തല്ലി കൊല്ലാണ്. പറഞ്ഞാണ്ടല്ല, ഞാനങ്ങ് തല്ലിയൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ കൊച്ചുകിടന്ന് കരയണത്? നിങ്ങൾ ഏത് നരകത്തിൽ പോയി പണ്ടാരം കിടക്കായിരുന്നു. ദേ കാണിച്ചു വെച്ചിരിക്കുന്നുണ്ടാ. ആ കൊച്ചുങ്ങളുണ്ടായ അങ്ങനെയൊക്കെ ഉണ്ടാവും. കൊച്ചുങ്ങളുണ്ടായ ആർക്ക്? ഉണ്ടാക്കിയത് ആരായിരുന്നാലും ഇതൊരു മനുഷ്യ കുഞ്ഞല്ലേ ഷൺമുഖ. മിണ്ടി പറയാൻ പാങ്ങില്ലാത്തനെ കറിയിച്ചാലേ ചാവദോഷം കിട്ടൂട്ടാ. അത് ഞാൻ സഹിച്ചു. ഇത് എന്റെ മുമ്പിൽ കൊണ്ടുപോയേ. ആ മോളെ, വെണ്ണക്കല്ല് പതിച്ച അരമനമാളികയുടെ ചെവരല്ലേ ചീത്തിയാക്കി വെച്ചേക്കണത്. വെണ്ണക്കല്ലിൽ ഞാനൊരെണ്ണം പണിയുന്നുണ്ട്. നിങ്ങളുടെ കാലം കൂട്ടിക്കെട്ടി മൂക്കി പഞ്ഞന്തിരികെ പെട്ടിയിലിട്ട് പൂട്ടി ഇറക്കി കടത്താൻ. പെറ്റ തള്ളയുടെ മരണം കൂടാൻ യോഗമില്ലാത്തവനല്ലേ നീ. ആ പൂതി എന്റെ അടക്കത്തിനങ്ങ് സാധിക്കേ.